We have so far discussed modern methods of preparing quality planting materials such like grafting, budding, layering, tissue culture and hybridization. Even if we use quality planting materials, the yield may not be good if the soil is not fertile. Good quality soil ensures the health of the plant and the yield from the agriculture. We can see farmers depositing plant debris in the field after cultivation. Let us discuss what is the benefit of depositing plant debris in the field after cultivation. ഫലപുഷ്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മണ്ണിൽ സസ്യങ്ങൾക്ക് വളരാനാവശ്യമായ ഘടകങ്ങൾ ഉണ്ടാവുക എന്നതാണ് ഫലപുഷ്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മണ്ണിലെ 16ഓളം മൂലകങ്ങൾ സസ്യങ്ങൾക്ക് വളരാനായിട്ട് ആവശ്യമുണ്ട്. മാഗ്നീഷ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, സിങ്ക് അങ്ങനെ തുടങ്ങി 16 മൂലകങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഇത് മണ്ണിലുണ്ടാകുന്നതിന് കാരണം മണ്ണിലെ സൂക്ഷ്മജീവികളാണ്. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം കൊണ്ടാണ് ഇവ മണ്ണിൽ ഉണ്ടാകുന്നത്. അവിടെ മണ്ണിൽ കിട്ടുന്ന എല്ലാ വസ്തുക്കളെയും ചീഞ്ഞളിയിച്ച് വേർതിരിച്ച് അതാത് മൂലകങ്ങളാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ഈ സൂക്ഷ്മജീവികൾ ചെയ്യുക. അപ്പോൾ മണ്ണിൽ ഈ സൂക്ഷ്മജീവികൾ ധാരാളം ഉണ്ടെങ്കിൽ അവിടെ ഈ മൂലകങ്ങളൊക്കെ ഉണ്ടാകും. The nutrients provided by one kind of plant debris is not the same supplied by another. The more diverse the plant debris that decomposes in the soil, the higher the fertility of the soil. മണ്ണ് ഒരുക്കാൻ നമ്മളിപ്പോൾ നടത്തുന്ന രീതിയിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നാണ് ചിന്തിക്കേണ്ടത്. ഇപ്പം നമുക്കറിയാം, സാധാരണയായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് കൃഷി ചെയ്യുന്നു, ചെടി കുഴിച്ചിടുന്നു, അത് വളരുന്നില്ലെങ്കിൽ നമുക്ക് മറ്റ് വളങ്ങൾ ഇട്ട് നോക്കും, എന്നിട്ടും കുറച്ചൊക്കെ കിട്ടും. കുറേ കാലം അങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും അവിടെ അത് കിട്ടാതെ വരും. അപ്പോൾ നമ്മൾ അതിനേക്കാൾ കൂടുതൽ വെള്ളങ്ങളിടും. ഇങ്ങനെയുള്ളൊരു രീതിയാണ് ഇപ്പോൾ തുടർന്ന് വരുന്നത്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായി രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ സൂക്ഷ്മജീവികൾ നശിച്ചു പോകുകയും മണ്ണിലെ ഈ പ്രവർത്തനം നടക്കാതെ വരികയും ചെയ്യും. അങ്ങനെ വർഷങ്ങൾ കഴിയുമ്പോൾ ആ മണ്ണ് പിന്നെ ഒന്നിനും പറ്റാതെ തരിശ് ഭൂമിയായി മാറുന്നു. ഇതാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മാറ്റം വരുത്താൻ, മണ്ണിലെ ഈ സൂക്ഷ്മജീവികളെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നാണ് ആലോചിക്കേണ്ടത്. അപ്പം അതിന് വേണ്ട ചില പ്രവർത്തനങ്ങളാണ്, ചില ക്രമീകരണങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. When the plant debris are deposited in the soil, microorganisms decomposes that matter and the soil become more fertile. Let us observe some of the other methods followed by the farmers to ensure maximum diversity in agriculture. One of them is intercrop. Let us discuss what is intercrop. Short-term crops cultivated among the main crop in such a way that they do not harm the main crop are called intercrop. They help in maintaining the soil fertility also. ഓരോ പ്രധാന വിളയ്ക്കും ഇടയിലൂടെ ചെറിയ ഹ്രസ്വകാല വിള, കുറച്ചു കാലം കൊണ്ട് വിളവെടുക്കാവുന്ന വിളവുകൾ കൃഷി ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് ഒരു വാഴത്തോട്ടത്തിൽ വാഴ ഏകദേശം 1 വർഷക്കാലം വേണം അത് വിളവെടുക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ വെണ്ട, പയർ, ചീര അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ചെടികളും കൂടി അതിൻ്റെ ഇടയിൽ കൂടി നടുക. അപ്പോൾ നമുക്ക് വാഴയ്ക്ക് നനയ്ക്കുമ്പോൾ തന്നെ ഈ ചീരയും വെണ്ടയും ഒക്കെ തന്നെ നനയും. വാഴയ്ക്കിടുന്ന വളം തന്നെ ഇതിന് കിട്ടും. അപ്പോൾ അങ്ങനെ പ്രത്യേകമായി വളപ്രയോഗമോ വെള്ളം നനയ്ക്കുകയോ മറ്റ് പരിചരണത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഇവ നമുക്ക് ലഭ്യമാവും. അപ്പോൾ കുറേ വിളവുകൾ ഒരേ സമയം ലഭ്യമാകാൻ ഈ ഇടവേള കൊണ്ട് സാധിക്കും. While examining the agricultural fields of our area, we can see several types of intercrops.
Commonly, vegetables, pepper, etc. are cultivated as intercrops in the coconut plantations. You can see in rubber plantations, banana, pineapple, etc. are cultivated as intercrops. In banana plantations, all type of vegetables and tubers like colocasia, elephant foot yam, tapioca, etc. are cultivated as intercrops. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇടവേള ധാരാളം കാണാം. റബ്ബറിൻ്റെ ഇടയിലൂടെ വാഴയും മറ്റ് പച്ചക്കറികളും അതുപോലെ പയർ, പൈനാപ്പിൾ ഒക്കെ റബ്ബറിൻ്റെ ഇടയിൽ കൂടെ കൃഷി ചെയ്യുന്നത് കാണാം. ഇതാണ് ഇടവിള. അപ്പോൾ ഇതിന് വാഴത്തോട്ടത്തിലാണെങ്കിൽ അതിലും ഇടയിൽ കൂടി മറ്റ് കാണാം. തെങ്ങിൻ തോട്ടത്തിൻ്റെ ഇടയിലൂടെ ചേനയും ചേമ്പും മഞ്ഞളും കുരുമുളകും ഒക്കെ തെങ്ങിൻ തോട്ടത്തിൽ ഇടയിൽ കൂടെ കൃഷി ചെയ്യും. കവുങ്ങൻ തോട്ടത്തിലും ഇതുപോലെ തന്നെ വെണ്ടയും പയറും ചീരയും വെറ്റിലയും കുരുമുളകും ഒക്കെ നടാൻ പറ്റുന്നതാണ് കവുങ്ങിൻ തോട്ടം. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രധാന വിള അതിൻ്റെ ഇടയിലൂടെ നടുന്നത് ഇടവിള. Intercrops mainly decreases the cost of agriculture. By intercropping, farmer get more yield from agriculture. While intercropping, all plant debris are deposited in the field. So fertility of the soil increases. From intercrops, we will get different types of food items also. ഇടവിളയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞതാണ്. ഒരേ സമയം തന്നെ കൂടുതൽ ഇനങ്ങൾ കൃഷി ചെയ്യാൻ സാധിക്കും. അതിന് പ്രത്യേകമായി വളപ്രയോഗമോ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചിലവ് കുറവാണ്. കൂടാതെ പരമാവധി സ്ഥലം കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാനും സാധിക്കും. ഇതൊക്കെയാണ് ഇടവിളയുടെ ഗുണങ്ങൾ. Next method adopted by farmers are crop rotation. Cultivating different crop instead of the crop cultivated earlier is called crop rotation. Haven't you noticed the cultivation of pea, black gram, etc. at the intervals in paddy fields? ഇനി അടുത്ത ഒരു രീതി വിളപര്യയം എന്നാണ് അതിന് പറയുക. ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ വിള തന്നെ കൃഷി ചെയ്യുന്നതിന് പകരം മാറി മാറി വിളവിറക്കുന്നതിനാണ് വിളപര്യയം എന്ന് പറയുക. ഇപ്പോൾ നെല്ല് ആണ് കൃഷി ചെയ്യുന്ന പാടത്ത്, ആ നെല്ല് കഴിഞ്ഞാൽ വീണ്ടും നെല്ല് തന്നെ ഇറക്കാതെ അവിടെ മറ്റ് വിളവുകൾ പയർ വിതയ്ക്കുകയോ ഉഴുന്ന് വിതയ്ക്കുകയോ അല്ലെങ്കിൽ എള്ള് വിതയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതി. അപ്പോൾ പണ്ട് അങ്ങനെയായിരുന്നു കൃഷി ചെയ്തിരുന്നത്. നെല്ല് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ പയർ വിതയ്ക്കും, അത് കഴിഞ്ഞാൽ മുതിര വിതയ്ക്കും, അത് കഴിഞ്ഞാൽ ഉഴുന്ന് വിതയ്ക്കും അല്ലെങ്കിൽ എള്ള് വിതയ്ക്കും. ഇങ്ങനെ മാറി മാറി കൃഷി ചെയ്യുന്നതിനാണ് വിളപര്യയം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ വിളപര്യയം നടക്കുന്നുണ്ട്. നെല്ലെടുത്തു കഴിഞ്ഞാൽ അവിടെ വാഴ നടുന്നുണ്ട്, അല്ലെങ്കിൽ പൂള നടുന്നുണ്ട്, അല്ലെങ്കിൽ ചേന നടുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് വെള്ളരി പോലുള്ള പച്ചക്കറികൾ നടുന്നുണ്ട്. അപ്പോൾ ഈ വിളപര്യയം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. മാറി മാറി കൃഷി ചെയ്യുന്നുണ്ട്. ഒരേ സ്ഥലത്ത് ഒരേ സാധനം കൃഷിയല്ലാതെ മറ്റ് കൃഷികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ കൃഷി ചെയ്യുന്ന ഇനം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പയർ വർഗത്തിൽപ്പെട്ട ചെടികളായാൽ കുറച്ചും കൂടിയും മണ്ണിന് ഗുണം ചെയ്യും. Nitrogen is an essential element for plant growth. Plants cannot absorb atmospheric nitrogen directly, but they can absorb the nitrate salts dissolved in water. Some of the bacteria can convert atmospheric nitrogen to nitrates. Rhizobium is one such bacterium. They live in the roots of plants like pea, mimosa, common turfosia, horsegram, black gram, and they absorb atmospheric nitrogen. When these plants decay, the plant nutrients are added to the soil. അതായത് ഇപ്പോൾ ഈ പയർവർഗ്ഗത്തിൽപ്പെട്ട മുതിര, പയർ, ഉഴുന്ന് അങ്ങനെ തുടങ്ങിയ ചെടികളാണ് അല്ലെങ്കിൽ വിളകളാണ് കൃഷി ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം, ഈ പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടിയുടെ വേരിൽ ഒരു ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജനെ വലിച്ചെടുത്ത് അത് നൈട്രേറ്റാക്കി അതിൻ്റെ വേരുകളിൽ സൂക്ഷിച്ചു വയ്ക്കും, സംഭരിച്ചു വയ്ക്കും. അപ്പോൾ ഈ മണ്ണിൽ ഇത്തരം പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾ വളരുന്ന മണ്ണിൽ ഈ
നൈട്രജൻ്റെ അളവ് ധാരാളമായിട്ട് കാണാം. സസ്യങ്ങൾക്ക് വളരാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ് നൈട്രജൻ. അപ്പോൾ ഈ നൈട്രജൻ ധാരാളമായിട്ട് മണ്ണിൽ ലഭ്യമാവാൻ ഇത്തരം പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾ കൃഷി ചെയ്യുന്നത് കൊണ്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പ്രത്യേകമായി വളം ഇട്ട് കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഒരു തവണ നെല്ല് കൃഷി ചെയ്തു, അതിനുശേഷം കുറച്ച് ഉഴുന്നാണ് കൃഷി ചെയ്യുന്നത് എങ്കിൽ ആ ഉഴുന്ന് നമ്മൾ എടുക്കുന്നു, ആ ഉഴുന്നിൻ്റെ ചെടി ആ മണ്ണിൽ തന്നെ ഇടുന്നു, അത് അവിടെ തന്നെ ചീഞ്ഞ് വളഞ്ഞ് വളമായി അവിടെ തന്നെ മാറും. അപ്പോൾ നല്ല നൈട്രജൻ മണ്ണിലുണ്ടാവുകയും പിന്നീട് വരുന്ന നെൽകൃഷിക്ക് ധാരാളം വളം ഇട്ട് കൊടുക്കാതെ തന്നെ നല്ല ഉൽപ്പാദനം ഉണ്ടാവുകയും ചെയ്യും. അപ്പം അങ്ങനെ സ്വാഭാവികമായും മണ്ണ് ഫലപുഷ്ടിയുള്ളതായി മാറുന്നു പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടി കൃഷി ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ പ്രാധാന്യവും. ഇനി വിളപരിചയത്തിന് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഇത്തരം പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾ തിരഞ്ഞെടുക്കുകയും വേണം. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായി തന്നെ മണ്ണ് ഫലപുഷ്ടിയുള്ളതായി മാറുന്നു. While examining the roots of leguminous plants, you can see small nodules in their roots. Rhizobium bacteria living in these nodules absorbs atmospheric nitrogen and keep in the form of nitrates in these nodules.